ബോസ് ലൈവ് അപ്ഡേറ്റ്. അനുമോളെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ലക്ഷ്മി. മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തിയുടെ ഉള്ളിൽ ഇപ്പം ഇനി 2 ദിവസം കൂടല്ല ഉള്ളു. അപ്പം പുള്ളിക്കാരത്തി ആകെ ഡൗൺ ആണല്ലോ. എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ആ കാരണത്താൽ ഡൗൺ ആണ്. പുള്ളിക്കാരത്തി പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ അടിപൊളിയാണെന്നൊക്കെ പറയുന്നത്. എന്നാലും പുള്ളിക്കാരത്തിക്ക് അവസരം കിട്ടുന്ന സമയത്ത് കരയാറുണ്ട്. അപ്പൊ ലക്ഷ്മി എന്നെ നല്ല രീതിയിൽ അതുപോലെ തന്നെ അഭിലാഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അനുമോള് വിചാരിച്ചിരിക്കുന്ന അക്ബറാണ് വിജയി എന്നാണ് കേട്ടോ. അനുമോൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പം പിന്നെ ഇവിടെ വരുന്നവർക്കെല്ലാം ഇഷ്ടം വേറൊരാളെയാണ്. അയാൾ വിജയിക്കുമെന്നാണ് എല്ലാരും പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ മൊത്തത്തിലാണെങ്കിൽ അനുമോളാണ് വിജയിക്കുന്നത് എന്നുള്ളത് അനുമോൾക്കും അറിയാം. അനുമോള് പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നതെന്നുള്ളതിന്. അപ്പൊ ലക്ഷ്മി തന്നെ പറയുന്നുണ്ട്, അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരാരും വിചാരിക്കുന്ന കണക്കല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നൊരു സൂചന കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അനുമോളോ അല്ലെങ്കിൽ നമ്മുടെ അനീഷോ ഇവർ രണ്ടുപേരാണെന്നല്ലോ ഇപ്പൊ തന്നെ ടോപ്പിൽ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാന്നുള്ളതും പറയുന്നുണ്ട്. നമ്മളെ ഫോണിനകത്തൂടെ ഓരോരുത്തർ കമന്റ് ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് തെറ്റായി പറയുന്ന ആൾക്കാർ നമ്മളെ കാണുമ്പോൾ അങ്ങനെ പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയായിരിക്കാം. പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കാര്യങ്ങൾ വരും. അതൊന്നും കേട്ട് ഭയപ്പെടുന്ന എഴുത് എന്ന് അനുമോളോട് പറയുന്നു. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഭയമൊന്നുമില്ല. കാരണം ഇതിനു മുമ്പ് എനിക്ക് എൻ്റെ മേലെ പല രീതിയിലുള്ള ഉം, ഇങ്ങനെയുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഭയപ്പെട്ടിട്ടില്ല. അപ്പൊ പിന്നെ ഇത് ഞാനൊന്നും വിചാരിക്കുന്നില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെ ഞാൻ പോവാൻ ശ്രമിക്കുന്നില്ല എന്നും അനുമോൾ ഇവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഉം, ഇത് ഇത്രയാണ് ഇപ്പൊ ലൈവിൽ നടന്നത്.